വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തില് വയനാടിനായി കൈകോർത്ത് താരങ്ങളും. സർക്കാർ നിർദ്ദേശങ്ങള് പൂർണ്ണമായും പാലിച്ച് സുരക്ഷിതരായി കഴിയാനും യാത്രകള് പരമാവധി ഒഴിവാക്കണമെന്നും തെറ്റായ വാർത്തകള് പ്രചരിപ്പിക്കരുതെന്നും താരങ്ങള് സോഷ്യല് മീഡിയയിലൂടെ പറഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലുമാണ് തങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ജാഗ്രത നിർദ്ദേശം പങ്കുവച്ചത്. ഇതിനു പുറമെ ടോവിനോ തോമസ്, ഭാവന, മഞ്ജു വാര്യർ തുടങ്ങിയവരും കൺട്രോൾ റൂം ഫോൺ നമ്പറുകളുടെ കാർഡ് പോസ്റ്റ് ചെയ്ത് സമൂഹ മാധ്യമത്തിലൂടെ എത്തിയിട്ടുണ്ട്. അതേസമയം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലും സംസ്ഥാനത്തെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിലും ജൂലൈ 30-ന് നിശ്ചയിച്ചിരുന്നു ടോവിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണം അപ്ഡേഷന് മാറ്റിവെച്ചു. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മാജിക് ഫ്രെയിംസ് ആണ് ഈ കാര്യം അറിയിച്ചത്. ഇന്ന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലില് മരണസംഖ്യ ഉയരുന്നുവെന്ന് റിപ്പോർട്ട്. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് സംഭവ സ്ഥലത്ത് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത്. തുടർന്ന് 4.10 വീണ്ടും ഉരുൾപൊട്ടി. നേപ്പാള് സ്വദേശികള് താമസിക്കുന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. നിരവധി ആളുകൾ മരിക്കുകയും നിരവധി പേരെ കാണാതാകുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് തുടർച്ചയായി ഉരുൾപൊട്ടൽ ഉണ്ടായി. ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലും മലവെള്ളപ്പാച്ചിലിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായും 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായുമാണ് റിപ്പോർട്ട്. മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി. മുമ്പ് പുത്തുമല ഉരുൾപൊട്ടല് ദുരന്തമുണ്ടായ സ്ഥലത്തിനടുത്താണ് മുണ്ടക്കൈ. ചൊവ്വാഴ്ച പുലർച്ചെ വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലില് 93 പേരോളം മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളില് 250-ല് ഏറെ ആളുകള് കുടുങ്ങിക്കിടക്കുന്നതിനാല് രക്ഷാദൗത്യവുമായ NDRFും സൈന്യവും നേവിയും പ്രാദേശിക ഉദ്യോഗസ്ഥരുമെല്ലാം സജീവമാണ്. വയനാട്ടില് സംഭവിച്ച ദുരന്തത്തില് ദുഃഖം പങ്കുവെക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ് നടന്മാരായ കമൽഹാസനും വിജയും. കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കി ഉടനടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് എക്സില് പങ്കിട്ട പോസ്റ്റില് കമൽഹാസൻ പറയുന്നു. കേരളത്തിലെ വയനാട്ടിലും വാൽപ്പാറയിലും ഉണ്ടായ ഉരുൾപൊട്ടല് മൂലമുണ്ടായ ദുരന്തങ്ങള് എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെയും വീടും വസ്തുക്കളും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എന്റെ അഗാധമായ അനുശോചനം. കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രകൃതി ദുരന്തങ്ങള് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഇതിന്റെ ആഘാതം മനസ്സിലാക്കാൻ നാമെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ദുഷ്കരവും അപകടകരവുമായ സാഹചര്യങ്ങളില് ജീവൻ പണയപ്പെടുത്തി ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ച സൈന്യത്തിനും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എന്റെ നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഞാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. കമൽഹാസൻ കുറിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തില് ദുരിതാശ്വാസം നൽകണമെന്നാണ് വിജയ് കുറിപ്പില് പറയുന്നത്. കേരളത്തിലെ വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ ദാരുണമായ വാർത്ത കേട്ടതില് അഗാധമായ സങ്കടമുണ്ട്. എന്റെ പ്രാർത്ഥനയും ചിന്തയും ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമാണ്. യുദ്ധകാലാടിസ്ഥാനത്തില് ദുരിതബാധിതർക്ക് ആവശ്യമായ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ നടപടികളും നൽകണമെന്ന് സർക്കാർ അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങളില് സഹായിക്കാൻ പ്രതിരോധ സുരക്ഷാ സേനയിലെ 200 സൈനികരെയും ഒരു മെഡിക്കൽ ടീമിനെയും സൈന്യം വയനാട്ടില് വിന്യസിച്ചിട്ടുണ്ട്. മരിച്ച ഓരോ വ്യക്തിയുടെയും കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് PMNRF 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവും മുൻ വയനാട് MPയുമായ രാഹുൽ ഗാന്ധി തന്റെ ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിനും വൈദ്യസഹായത്തിനും ആവശ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ഉടൻ അനുവദിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. വയനാട് ഉരുൾപൊട്ടലില് സഹായഹസ്തവുമായി തമിഴ്നാട്. രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി സംസ്ഥാനത്തിന് 5 കോടി രൂപ നൽകും എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താന് ഫോണില് സംസാരിച്ചു എന്ന് സ്റ്റാലിൻ അറിയിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടല് ദുരന്തത്തില് ബാധിക്കപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദുഃഖത്തില് തമിഴ്നാട് പങ്കുചേരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തില് 2 സംഘങ്ങളെ സഹായിക്കാന് അയക്കുന്നുണ്ട്. ഇത് കൂടാതെ ഞങ്ങള് ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ടീമിനെയും അയക്കുന്നുണ്ട്, സ്റ്റാലിന് ഫേസ്ബുക്കില് കുറിച്ചു. നമ്മൾ ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ തരണം ചെയ്യും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി,
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരും പിണറായി വിജയനുമായി സംസാരിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദുരന്തത്തില് മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. സംസ്ഥാനത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് പിണറായി വിജയനുമായി സംസാരിച്ചു എന്നും അമിത് ഷായും അറിയിച്ചു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് വാർത്താസമ്മേളനം നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡിനെ കൂടി ലഭ്യമാക്കണമെന്ന് സർക്കാർ സൈന്യത്തോട് അഭ്യർത്ഥിച്ചു. സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം മീററ്റ് ആർവിസിയിൽ നിന്ന് സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡ് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടല് ഉണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും അടിയന്തരമായി വയനാട്ടിലെത്തും. സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബംഗളൂരുവിൽ നിന്നാണ് എത്തുക. ഉരുൾപൊട്ടലില് പാലം തകർന്ന സാഹചര്യത്തില് ബദല് സംവിധാനം അടക്കമുള്ള കാര്യങ്ങള് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കും എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി സൈന്യത്തിന്റെ കേരള, കർണാടക ചുമതലയുള്ള മേജർ ജനറൽ വി.ടി. മാത്യൂസുമായി സംസാരിച്ചിരുന്നു. അതിനിടെ പോലീസിന്റെ ഡ്രോണുകള് വിന്യസിച്ച് തിരച്ചില് നടത്താന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി.